ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ അടുത്ത PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ആരോഗ്യക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു PSC പരീക്ഷ എടുത്താലും നമുക്ക് ഷുവർ ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ആരോഗ്യക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നെ ആവണമെന്നില്ല, ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും 100% ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഏത്, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അതിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഇന്നൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ശരി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര വട്ടം ചോദിച്ചാലും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര് എന്താണ്? എന്താണ് അവയവദാന പദ്ധതിയുടെ പേര്? ആൻസർ നിങ്ങൾ പറഞ്ഞു നോക്കുക. മൃതസഞ്ജീവനിയാണ് അല്ലെ. മൃതസഞ്ജീവനിയാണ് അവയവദാന പദ്ധതിയുടെ പേര്. മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണ് എന്നതും PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. ആരാണത്? അത് മോഹൻലാൽ ആണ്. ഓക്കെ, മോഹൻലാൽ ആണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ. ഓക്കെ അല്ലേ? മൃതസഞ്ജീവനി പദ്ധതി അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ്. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഏതാണത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വയോമിത്രം, വയോ അമൃതം, വയോ മധുരം, വയോ മന്ദഹാസം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഒരു വയോ ആണല്ലേ. അപ്പോൾ വൃദ്ധസദനങ്ങളിലെ അന്തേവാസി എന്ന് പറയുമ്പോൾ അവിടെ വയോ അമൃതമാണ് വരുന്നത്. വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾ എന്താണ് വരുന്നത്? വയോ അമൃതം. വയോ അമൃതം. ഓക്കെ, വയോ അമൃതം. ഇനി വയോമിത്രം എന്താണെന്ന് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. വയോമിത്രം എന്താണ്? വയോമിത്രം എന്ന് പറഞ്ഞാൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്ക്, വൈദ്യസഹായം, കൗൺസിലിംഗ്, മരുന്ന് ഇവയൊക്കെ സൗജന്യമായി എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്ന പദ്ധതി. ഇത് ആരംഭിച്ചപ്പോൾ ഇത് നഗരപ്രദേശങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നീട് ഇത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വയോമിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ട് മൊബൈൽ ക്ലിനിക്ക്, കൗൺസിലിംഗ്, വൈദ്യസഹായം, മരുന്ന് ഇതൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. വയോമിത്രം പദ്ധതി. ഓക്കെ, ശരി. ഇനി വയോമധുരം എന്താണ്? വയോമധുരം മധുരം എന്നാലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മിക്കാം? മധുരം എന്നാലോചിക്കുമ്പോൾ നമുക്ക് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം, ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗത്തിനെ ആലോചിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഈ വയസ്സായ ആൾക്കാർക്ക്, BPL വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പദ്ധതിയാണ് വയോമധുരം. ഗ്ലൂക്കോമീറ്റർ നമ്മുടെ പ്രമേഹം ചെക്ക് ചെയ്യാനുള്ള ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത് പദ്ധതി? വയോമധുരം പദ്ധതി. വയോമധുരം പദ്ധതി. ഓക്കെ, വയോമധുരം. ഇനി മന്ദഹാസം പദ്ധതി എന്താണ്? മന്ദഹാസം പദ്ധതി വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകാനുള്ള, വെപ്പ് പല്ല് അല്ലെങ്കിൽ കൃത്രിമ ദന്തം നൽകാനുള്ള പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. മന്ദഹാസം എന്ന് പറഞ്ഞാൽ ചിരിയാണല്ലോ. അപ്പൊ കൃത്രിമ ദന്തം കൊടുക്കുന്നു, അതായത് വെപ്പ് പല്ല് കൊടുക്കുന്നു. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്ത് പദ്ധതി? മന്ദഹാസം പദ്ധതി. ഓക്കെ, മന്ദഹാസം പദ്ധതി. ഓക്കെ, വയോമിത്രം, വയോമധുരം, മന്ദഹാസം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വയോ അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത് പദ്ധതി? HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാനായിട്ട് ആരംഭിച്ച പദ്ധതി എന്ത് പദ്ധതിയാണ്? അത് സ്നേഹപൂർവം പദ്ധതിയാണ്. എന്ത് പദ്ധതിയാണ്? സ്നേഹപൂർവം പദ്ധതി. ഈ സ്നേഹപൂർവം പദ്ധതി തന്നെ പല രീതിയിൽ വരുന്നുണ്ട്. ഒരെണ്ണം ഇതാണ്, HIV ബാധിതരുടെ മക്കൾക്ക് അവർക്ക് പ്രത്യേകിച്ച് കരുതൽ, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം അതൊക്കെ കൊടുക്കുന്നത് സ്നേഹപൂർവം പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ സ്നേഹപൂർവം പദ്ധതിയിൽ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക്, ഓക്കെ, ഒന്നുകിൽ മാതാപിതാക്കളിൽ 2 പേര് മരിച്ചുപോയി, ആ കുട്ടിക്ക് ആവശ്യത്തിനുള്ള സഹായം കൊടുക്കുക, അതിന്റെ പഠിത്തത്തിനുള്ള ചെലവുകൾ നോക്കുക, അങ്ങനെ സഹായം കൊടുക്കുന്ന പദ്ധതി സ്നേഹപൂർവ്വമാണ്. ഇനി മാതാപിതാക്കളിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നു, ഒരാൾ മരിച്ചുപോയി, ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ നോക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടാവാതിരിക്കുക. മാതാപിതാക്കളിൽ 2 പേരും മരണപ്പെട്ടു പോവുകയോ
ഒരാൾ ജീവിച്ചിരിക്കുകയും ഒരാൾക്ക് കുട്ടിയെ നോക്കാനുള്ള ശേഷി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അവിടെയും ആ കുട്ടിക്ക് വേണ്ടുന്ന സഹായം കൊടുക്കുന്ന പദ്ധതി ഏത് തന്നെയാണ്? സ്നേഹപൂർവ്വം പദ്ധതി തന്നെയാണ്. അപ്പൊ സ്നേഹപൂർവ്വം ആലോചിക്കുമ്പോൾ മാതാപിതാക്കളിൽ ഇരുവരും മരണപ്പെട്ടതോ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോവുകയും മറ്റേ ആൾക്ക്, ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ നോക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ, അതേപോലെ HIV ബാധിതരുടെ മക്കൾക്ക്, ഈ 3 കാര്യങ്ങളും വരുന്നത് ഏത് പദ്ധതിയുടെ കീഴിലാണ്? സ്നേഹപൂർവ്വം പദ്ധതിയാണ്. സ്നേഹപൂർവ്വം പദ്ധതി. ഓക്കെ, സ്നേഹപൂർവ്വം പദ്ധതി. ഇനി സ്നേഹക്കൂട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹക്കൂട്, സ്നേഹത്തോടെ കൂടൊരുക്കി കൊടുക്കുക. ആർക്കാണ് സ്നേഹത്തോടെ കൂടൊരുക്കി കൊടുക്കുന്നത്? ഈ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ സുഖം പ്രാപിച്ച ആൾക്കാരുണ്ടല്ലോ, അവർ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അവർ നോർമലായ ആൾക്കാർക്ക് ഉള്ളൊരു പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. സ്നേഹക്കൂട്. ഓക്കെ, സ്നേഹത്തോടെ കൂടൊരുക്കി കൊടുക്കുക എന്ന് ആലോചിക്കാം. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. യെസ്. നെക്സ്റ്റ്, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ, PSC ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്. ആ ജീവിതശൈലി രോഗത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി ആപ്പ് ആണ്. ഏതാണ്? ശൈലി ആപ്പ്. ജീവിതശൈലി രോഗങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ ശൈലി ആപ്പ്. 2020 ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിന് UN പുരസ്കാരം ലഭിച്ചത്. അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. UN പുരസ്കാരം കേരളത്തിന് ലഭിക്കുന്നു 2020. എന്തിനാണ് കിട്ടുന്നത്? ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കാണ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കാണ് 2020 കേരളത്തിന് UN പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നത്. അതായത് കുട്ടികൾക്കുള്ള പ്രമേഹം അല്ലെ, കുട്ടികൾക്കുള്ള പ്രമേഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രമേഹത്തിന്റെ പല ടൈപ്പ് ബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടൈപ്പ് 1 ടൈപ്പ് 2 ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികൾക്കുണ്ടാകുന്ന പ്രമേഹ രോഗം, ആ പ്രമേഹ രോഗത്തിന് സൗജന്യ ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? നമുക്ക് കുട്ടികൾക്കുള്ള പ്രമേഹമാണ് അല്ലെ, കുട്ടി പ്രമേഹമാണ്. കുട്ടികൾക്ക് മിഠായി ഇഷ്ടമാണ് അല്ലെ, കുട്ടികൾക്ക് മിഠായി ഇഷ്ടമല്ലേ? പ്രമേഹം എന്ന് പറയുമ്പോൾ ഷുഗർ, മധുരവുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ മിഠായി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കാണ് മിഠായി ഇഷ്ടം. അപ്പൊ കുട്ടികളെ ആലോചിക്കാം. മിഠായി മധുരമുള്ള സാധനമല്ലേ? അപ്പൊ പ്രമേഹം, ഷുഗർ എന്ന് ആലോചിക്കാം നമുക്ക്. കുട്ടി പ്രമേഹം. ഓക്കെ, കുട്ടികൾക്കുണ്ടാകുന്ന പ്രമേഹം, അതിന് സൗജന്യ ചികിത്സ കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത്? മിഠായി എന്ന് പറയുന്ന പദ്ധതി. മിഠായി പദ്ധതി. ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു ചോദ്യം. ഇപ്പോൾ കുറെ ചോദിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? അതായത് മനുഷ്യന്റെ ആരോഗ്യം മാത്രമല്ല, അതോടൊപ്പം തന്നെ മൃഗങ്ങളുടെയും ബാക്കിയുള്ള സസ്യങ്ങളുടെയും പരിസ്ഥിതിയുടെ മൊത്തത്തിലാണ് നമ്മൾ ആരോഗ്യം നോക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്ത് പദ്ധതിയാണെന്നാണ് ചോദ്യം. ഏതാണ് തന്നിരിക്കുന്നതിൽ? ആൻസർ പറയാൻ ശ്രമിക്കുക. വൺ ഹെൽത്ത് ആണ്. ഏകാരോഗ്യം. ഓക്കെ, വൺ ഹെൽത്ത് അല്ലെങ്കിൽ ഏകാരോഗ്യം. വൺ ഹെൽത്ത് അല്ലെങ്കിൽ ഏകാരോഗ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ആരോഗ്യ സമീപനത്തെക്കുറിച്ച്, ഇത് ട്രാൻസ്ലേഷൻ PSC നടത്തിയപ്പോൾ അത് ഒരു ആരോഗ്യം എന്നായതാണ് ഏകാരോഗ്യം അല്ലെങ്കിൽ ഒരു ആരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ ഒരു പദ്ധതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏകാരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത്, ഒരു ആരോഗ്യം PSC ട്രാൻസ്ലേഷനിൽ കൊടുത്തപ്പോൾ വന്നതാണ്. ഒരു ആരോഗ്യ സമീപനത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ഒന്ന് എല്ലാവരും വായിച്ചു നോക്കൂ. ഒരു ആരോഗ്യം എന്ന ആശയത്തിന്റെ ലക്ഷ്യം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനാണ്. ആണോ? മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വരുന്നുണ്ടോ? യെസ്. ഒരു ആരോഗ്യം എന്ന പരിപാടി പ്രധാനമായും മനുഷ്യരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. ആണോ? മനുഷ്യരുടെ മാത്രം ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല. ഓക്കെ. മെഡിക്കൽ പ്രൊഫഷണലുകൾ മാത്രം ഉൾപ്പെടുന്നു എന്ന് പറയുന്നു. അതും തെറ്റാണ്. എല്ലാ തരത്തിലുള്ള ചികിത്സാ രീതികളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഏകാരോഗ്യം എന്ന് പറയുന്ന പദ്ധതി വരുന്നത്. അതായത് എല്ലാം, ഹോമിയോ ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, നമ്മുടെ അല്ലാത്ത അലോപ്പതി ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ചികിത്സാ രീതികളും ഏകോപിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും
പരിസ്ഥിതിയുടെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത് പദ്ധതി? ഏകാരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഒന്ന് മാത്രം അല്ലെ? ഓപ്ഷൻ ബി ആണ്, ഒന്ന് മാത്രമാണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ശിശു മാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതും സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ജനന വൈകല്യങ്ങളോ ജനിതക വൈകല്യങ്ങളോ എന്ത് തരത്തിലുള്ള വൈകല്യങ്ങളോ ആയിക്കോട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ്. കംപ്ലീറ്റ് ചെക്കപ്പ് എന്ത് ചെയ്യുന്നു? ആ കുട്ടിക്ക് നടത്തുന്നു. ആ ഒരു കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം, കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം അറിയപ്പെടുന്ന പേര് എന്ത് എന്നാണ് ചോദ്യം. എന്താണത്? ശലഭം പദ്ധതിയാണ്. ഏത് പദ്ധതിയാണ്? ശലഭം. അപ്പോൾ ജനിക്കുന്ന കുട്ടികളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ശലഭമാണ് ആൻസർ. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചു ശലഭം പദ്ധതി. ഓക്കെ, ശലഭം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? അത് താലോലം പദ്ധതിയാണ്. താലോലിക്കുന്നത് കുട്ടികളെയാണെന്ന് ആലോചിക്കാം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്, മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള പദ്ധതിയാണ് എന്ത്? താലോലം പദ്ധതി. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ആ പദ്ധതികളാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ താലോലം പദ്ധതി ഇതും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതി. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണത്? വയോമധുരം അല്ലെ? വയോമധുരമാണ്. കണ്ടോ, ഓപ്ഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കണ്ടോ? നമ്മൾ നേരത്തെ കണ്ടപ്പോഴും ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ മാത്രമാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. വയോ അമൃതം എന്തായിരുന്നു? അപ്പോ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയായിരുന്നു വയോ അമൃതം എന്ന് പറയുന്നത്. വയോ മധുരം എന്ന് പറയുമ്പോൾ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ. മധുരം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കിട്ടും മധുരം ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രമേഹം ആലോചിക്കും, ഗ്ലൂക്കോമീറ്ററിലേക്ക് നമുക്ക് പോകാൻ പറ്റും. വയോമിത്രം എന്തായിരുന്നു? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള നഗരപ്രദേശങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ തന്നെ പേസ് ചോദിക്കാറുണ്ട്. സൗജന്യമായിട്ട് വൈദ്യസഹായം, കൗൺസിലിംഗ്, ചികിത്സ, മരുന്നൊക്കെ കൊടുക്കുന്ന പദ്ധതിയാണ്. മന്ദഹാസം ഓർമ്മയുണ്ടല്ലോ? കൃത്രിമ ദന്തം, വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏത്? മന്ദഹാസം പദ്ധതി. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണത്? സുകൃതം പദ്ധതിയാണ്. എന്ത് പദ്ധതിയാണ്? സുകൃതം പദ്ധതിയാണ്. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതം പദ്ധതി. ഓക്കെ, ഇനി ലഹരി വിമുക്ത കേരളം പദ്ധതി എന്താണ് തന്നിരിക്കുന്നതിൽ? വിമുക്തി അല്ലെ? ലഹരി വിമുക്ത കേരളം പദ്ധതി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിമുക്തി പദ്ധതിയാണ്. ലഹരി വിമുക്ത കേരളം പദ്ധതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹ്യ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഓക്കെ, നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായിട്ട് കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? കുറെ പേർക്ക് ഒരു ചെറിയൊരു സംശയമൊക്കെ വരുന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്ഷൻസ് ആയിരുന്നു ഈ ചോദ്യത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ആൻസർ കാതോരമാണ്. ഇതിന്റെ ആൻസർ എന്താണ്? കാതോരമാണ്. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് പോയിന്റുകൾ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെ പോയിന്റ്സ് ആണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രുതി തരംഗം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. ശ്രുതി തരംഗം ഓപ്ഷനിൽ ശ്രുതി മധുരം എന്ന് കിടപ്പുണ്ട്. ശ്രുതി തരംഗം എന്നൊരു പദ്ധതിയുണ്ട്. എന്താണ് ശ്രുതി തരംഗം എന്ന് ചോദിച്ചാൽ, 0 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അതായത് ജനിച്ച ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 0 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മുടെ കേൾവിക്ക് തകരാറുള്ള കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെച്ചുകൊണ്ട്, നമ്മളെ കേൾക്കാൻ സഹായിക്കുന്ന ഭാഗം, നമ്മുടെ ചെവിയിലുള്ള ഏത് ഭാഗമാണ് കേൾക്കാൻ സഹായിക്കുന്നത്? കോക്ലിയയാണ്. ഓക്കെ, അപ്പോൾ 0 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ
കേൾവി ശക്തി ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, 0 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക്, ചെവിക്ക് തകരാറുള്ള കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവി ശക്തിയും, പിന്നെ ഈ കേൾവിക്ക് പ്രശ്നമുള്ള കുട്ടികൾക്ക് സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും, അപ്പൊ അവർക്ക് അതിനുള്ളൊരു പ്രാക്ടീസും കൊടുക്കുന്നു. തുടർച്ചയായിട്ടുള്ള ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതിതരംഗം പദ്ധതി. എന്തൊക്കെയാണ് ശ്രുതിതരംഗം പദ്ധതി? 0 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കേൾവിക്ക് തകരാറുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയിലൂടെ കേൾവി ശക്തിയും, തുടർച്ചയായ ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. ഓക്കെ, ഇനി ഈ ശ്രുതി തരംഗം പദ്ധതിക്ക് മുന്നേ ഉണ്ടായിരുന്ന മറ്റൊരു പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്ന പദ്ധതി. എന്താണ് ഈ ധ്വനി പദ്ധതി? ധ്വനി എന്ന് പറഞ്ഞാൽ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി കഴിഞ്ഞ കുട്ടികളുണ്ടല്ലോ, അവർക്കുള്ള ഒരു തുടർ ചികിത്സാ സഹായമാണ് ധ്വനി പദ്ധതി എന്ന് പറയുന്നത്. തുടർ ചികിത്സാ സഹായം കൊടുക്കുക. അതായത് ഇപ്പൊ ഈ സർജറി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ബാക്കി ഫോളോ അപ്പ് വേണ്ടി വരും, മരുന്നുകൾ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ആ ഒരു ഉപകരണത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള തുടർ ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് സംയുക്തമായിട്ട് ഇപ്പൊ ഈ 2 പദ്ധതികളും ഏത് പദ്ധതിയുടെ കീഴിലാണ് എന്ന് ചോദിച്ചാൽ അത് കാതോരം പദ്ധതിയുടെ കീഴിലാണ്. കാതോരം പദ്ധതിയുടെ കീഴിലാണ് ഇത് രണ്ടും ഇപ്പൊ വരുന്നത്. അപ്പോൾ നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹ്യ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കാതോരം പദ്ധതിയാണ്. കാതോരം പദ്ധതി. തുടർ ചികിത്സാ സഹായം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ധ്വനി എഴുതാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ജന്മനാൽ ഈ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ആ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകളുള്ള കുട്ടികൾക്ക് അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? പേരിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക്, ഹൃദ്യം പദ്ധതിയാണ്. ഏത് പദ്ധതിയാണ്? ഹൃദ്യം. ഹൃദ്യം. ഹൃദയ സംബന്ധമായ തകരാറുകൾ ഹൃദ്യം പദ്ധതി എന്ന് ആലോചിക്കാം. ഹൃദയ സംബന്ധമായ തകരാറുകൾ ഹൃദ്യം പദ്ധതി എന്ന് ആലോചിക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ കുട്ടികൾക്കുണ്ടാകുന്ന പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് പഠിച്ച പദ്ധതി ഏതാ? കുട്ടികൾക്കുണ്ടാകുന്ന പ്രമേഹ രോഗം മിഠായി പദ്ധതി അല്ലെ? മിഠായി പദ്ധതി ആയിരുന്നു. മിഠായി ആയിരുന്നു. ഓക്കെ, ശരി. അടുത്ത അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം അത് എന്ത് പദ്ധതിയാണ്? അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അമൃതം ആരോഗ്യം എന്ത് പദ്ധതി? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ഓക്കെ, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അതായത് 30 വയസ്സിന് മേലെ പ്രായമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ്, ഒരു സ്ക്രീനിങ് പ്രോഗ്രാം ആണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതി. ഒരു ബൃഹത്തായ പദ്ധതിയാണ്, വലിയൊരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ കീഴിൽ വേറെയും കുറെ പദ്ധതികൾ വരുന്നുണ്ട്. നമ്മുടെ അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ബേസിക് ഇഷ്ടപ്പെട്ട ഒരു പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്നത് കേട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, മൃതസഞ്ജീവനി ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. മൃതസഞ്ജീവനി എന്താണ്? അവയവങ്ങൾ ദാനം ചെയ്യുന്ന പദ്ധതിയാണ് മൃതസഞ്ജീവനി. ആർദ്രം എന്താണ്? ആർദ്രം ഹോസ്പിറ്റൽ നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അതായത് ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ, OP സർവീസുകൾ ജനസൗഹൃദപരമാക്കി മാറ്റുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഫെസിലിറ്റീസ് വികസിപ്പിച്ച് അതിനെ ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കുക, അതായത് ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുക. അങ്ങനെ ഹോസ്പിറ്റൽ നവീകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന പദ്ധതിയാണ് എന്ത് പദ്ധതി? ആർദ്രം എന്ന് പറയുന്ന പദ്ധതി. അതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന ഓപ്ഷൻസിൽ ഫുൾ ആയിട്ട് കിടക്കുന്നത്. ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ്, KASP വികസിപ്പിക്കുക അല്ലെങ്കിൽ വിപുലീകരിക്കുക. കാസ്പ് എന്താണ്? കാസ്പ് ഇതും ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ ആണ്. കാസ്പ് എന്താണ്? കാസ്പ് എന്ന് ചോദിച്ചാൽ കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് കാസ്പ് എന്ന് പറയുന്ന പദ്ധതി. മുഴുവൻ ആരോഗ്യ പദ്ധതികളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് കാസ്പ്. ആ കാസ്പ് വിപുലീകരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണത്? പറയൂ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ പല രീതിയിൽ തെറ്റിക്കാൻ വേണ്ടി നോക്കും, കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കുക. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കാസ്പ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഓക്കെ, കാസ്പ്. ഓക്കെ, കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഈ പറയുന്ന കാസ്പ് എന്ന് പറയുന്ന പദ്ധതി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ഏതാണത്? സ്നേഹസാന്ത്വനം പദ്ധതിയാണ്. ഇതും സ്ഥിരമായി ചോദിക്കുന്ന പദ്ധതിയാണ്. സ്നേഹസാന്ത്വനം പദ്ധതിയാണ്. സ്നേഹസാന്ത്വനം പദ്ധതി കാസർഗോഡ് ജില്ലയിൽ. ഓക്കെ, സ്നേഹസാന്ത്വനം പദ്ധതി. അപ്പൊ സ്നേഹസാന്ത്വനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം, ചോദിക്കാറുണ്ട് എപ്പോഴും. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം പദ്ധതി. ഇതിൽ കിടപ്പ് രോഗികളുണ്ടല്ലോ, ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കിടപ്പ് രോഗികളുണ്ടല്ലോ, ആ കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം കൊടുക്കുന്നു. പ്രതിമാസം 2000 രൂപ ധനസഹായം കൊടുക്കുന്നു. ഇനി സാധാരണ രോഗികളാണ്, കിടപ്പ് രോഗികളല്ല, സാധാരണ രോഗികളാണെങ്കിൽ അവർക്ക് പ്രതിമാസം 1000 രൂപയാണ് ഈ ഒരു പദ്ധതിയുടെ കീഴിൽ കൊടുക്കുന്നത്. ഇനി കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം കൊടുക്കുന്നു. ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ മക്കൾക്ക്, ഓക്കെ, ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ, ആ ഒരു അംഗങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആ കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായവും കൊടുക്കുന്നു. ഏത് പദ്ധതിയുടെ കീഴിൽ? സ്നേഹസാന്ത്വനം പദ്ധതിയുടെ കീഴിൽ. സ്നേഹസാന്ത്വനം പദ്ധതിയുടെ കീഴിൽ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തത്, ഈ ഒരു സെഷനിൽ കണ്ടത്. അപ്പൊ ഇതിന്റെ പാർട്ട് 2 നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകളും LDC റിവിഷന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ബാക്കിയുള്ള ക്ലാസ്സുകളും എല്ലാവരും കാണുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകൾ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.